പ്രണയത്തിന്റെ പേരിൽ ഒരുമിച്ചവർ ഒടുവിൽ മരണത്തിന്റെ നിഴലിൽ വേർപിരിയേണ്ടി വന്ന ദാരുണമായ കഥയാണ് പുനലൂർ മണിയാറിലെ മഞ്ജുവിന്റേത്. സ്വന്തം ഭാര്യയെ സംശയത്തിന്റെ പേരിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ഭർത്താവ് മണികണ്ഠന് കൊല്ലം 4-ാം സെഷൻസ് കോടതി ജീവപര്യന്ത തടവ് ശിക്ഷ വിധിക്കുമ്പോൾ അത് കേവലം ഒരു ശിക്ഷാവിധി മാത്രമല്ല, മറിച്ച് സംശയരോഗം എന്ന സാമൂഹിക വിപത്തിനെതിരെയുള്ള ശക്തമായ താക്കീത് കൂടിയാണ്. എന്നാൽ കോടതിയിൽ നീതി ലഭിക്കുമ്പോഴും മഞ്ജുവിന്റെ വേർപാടോടെ തകർന്നടിഞ്ഞ ഒരു കുടുംബത്തിന്റെ കണ്ണീർ ഇനിയും തോർന്നിട്ടില്ല. മഞ്ജുവും മണികണ്ഠനും പ്രണയിച്ച് വിവാഹിതരായവരാണ്. സന്തോഷകരമായ ഒരു കുടുംബജീവിതം സ്വപ്നം കണ്ടിരുന്ന മഞ്ജുവിനും വിവാഹത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഭർത്താവിന്റെ വികൃതമായ സ്വഭാവം തിരിച്ചറിയേണ്ടി വന്നു. മണികണ്ഠൻ ഒരു കടുത്ത സംശയരോഗിയായിരുന്നു. കുരിയോട്ടുമല ഫാമിലെ താൽക്കാലിക ജീവനക്കാരിയായിരുന്നു മഞ്ജു. ജോലിസ്ഥലത്തെ സഹപ്രവർത്തകരായ പുരുഷന്മാരുടെ പേര് പറഞ്ഞ് മണികണ്ഠൻ മഞ്ജുവിനെ നിരന്തരം മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നു. മഞ്ജു ജോലിക്ക് പോകുന്നത് പോലും അയാൾക്ക് ഇഷ്ടമായിരുന്നില്ല. മദ്യപിച്ചെത്തി വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നു. ഒരിക്കൽ വഴക്കിനിടെ മഞ്ജുവിന്റെ കഴുത്തിൽ തോർത്ത് മുറുക്കി കൊലപ്പെടുത്താൻ മണികണ്ഠൻ ശ്രമിച്ചതായി അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. അന്ന് മഞ്ജു അത് സഹിച്ചു. പക്ഷെ ആ ക്ഷമ ഒടുവിൽ അവളുടെ ജീവൻ തന്നെ കവർന്നെടുത്തു. കൊലപാതകം നടന്ന ദിവസം രാത്രി 8 മണിയോടെ മഞ്ജു തന്റെ അമ്മയെ ഫോണിൽ വിളിച്ചിരുന്നു. മണികണ്ഠൻ തന്നെ ക്രൂരമായി ഉപദ്രവിക്കുന്നുവെന്ന് സങ്കടം അവൾ പങ്കുവച്ചു. രാത്രി 12 മണിയോടെ മഞ്ജു പിതാവിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഫോൺ പെട്ടെന്ന് കട്ടായി. സംശയം തോന്നിയ പിതാവ് തിരിച്ചു വിളിച്ചപ്പോൾ മണികണ്ഠനാണ് ഫോൺ എടുത്തത്. മഞ്ജു ഉറങ്ങുകയാണെന്നായിരുന്നു അയാളുടെ മറുപടി. എന്നാൽ ആ സമയം മഞ്ജുവിന്റെ ജീവൻ അയാൾ അപഹരിച്ചു കഴിഞ്ഞിരുന്നു. ഷോൾ ഉപയോഗിച്ച് കഴുത്ത് മുറുക്കിയാണ് മണികണ്ഠൻ മഞ്ജുവിനെ കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം അയാൾ അയൽക്കാരെയും മഞ്ജുവിന്റെ സഹപ്രവർത്തകരെയും ഫോണിൽ വിളിച്ച് താൻ അവളെ കൊന്നുവെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ മദ്യപിച്ച് ലെക്കുകെട്ടി ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് അയാളുടെ പതിവായതിനാൽ ആരും അത് കാര്യമാക്കിയില്ല. പിറ്റേന്ന് പുലർച്ചെ 5 മണി മുതൽ അമ്മ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതോടെ മഞ്ജുവിന്റെ സഹോദരൻ മനോജ് വീട്ടിലെത്തിയപ്പോഴാണ് ഹാളിൽ മഞ്ജുവിനെ മരിച്ച നിലയിൽ കണ്ടത്. ആ സമയം മണികണ്ഠൻ കൈത്തണ്ട മുറിച്ച് ആത്മഹത്യാ നാടകം കളിച്ച് കത്തിയുമായി നിൽക്കുകയായിരുന്നു. ഈ കേസിൽ ദൃക്സാക്ഷികൾ ഉണ്ടായിരുന്നില്ല. വീടിനുള്ളിൽ നടന്ന കൊലപാതകമായതിനാൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും മാത്രമാണ് പ്രോസിക്യൂഷന് മുന്നിലുണ്ടായിരുന്നത്. പുനലൂർ പോലീസ് ഇൻസ്പെക്ടർ ടി രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന പഴുതടച്ച അന്വേഷണമാണ് പ്രതിയെ കുടുക്കിയത്. 26 സാക്ഷികളെ വിസ്തരിച്ചു. 35 പ്രമാണങ്ങളും തൊണ്ടിമുതലുകളും ഹാജരാക്കി. ഫോൺ രേഖകൾ കോടതിയിൽ നിർണായകമായി. ജസ്റ്റിസ് CM സീമ സാഹചര്യ തെളിവുകൾ കോർത്തിണക്കി പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. ജീവപര്യന്ത തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ. പിഴ ഒടുക്കിയില്ലെങ്കിൽ 6 മാസം കൂടി തടവ് അനുഭവിക്കണം. മഞ്ജുവിന്റെ മരണം ആ കുടുംബത്തിന് മേൽ ഏൽപ്പിച്ച ആഘാതം വാക്കുകൾക്കപ്പുറമാണ്. അമ്മ മരിക്കുകയും അച്ഛൻ ജയിലിലാവുകയും ചെയ്തതോടെ മഞ്ജുവിന്റെ 2 മക്കളും തീർത്തും അനാഥരായി. അവർക്ക് താങ്ങായി നിന്നിരുന്ന മുത്തശ്ശൻ അർബുദം ബാധിച്ചു മരിച്ചു. പിന്നീട് ദുരന്തങ്ങൾ അവിടെയും തീർന്നില്ല. മക്കളെ നോക്കിയിരുന്ന മുത്തശ്ശി ഇടിമിന്നലേറ്റു മരിച്ചു. ഇതോടെ ആ കുടുംബം പൂർണ്ണമായും തകർന്നു. നിലവിൽ മഞ്ജുവിന്റെ ഏക സഹോദരൻ മനോജാണ് ഈ കുട്ടികളെ സംരക്ഷിക്കുന്നത്. മനോജിന് സ്വന്തമായി ഭാര്യയും കുട്ടിയുമുണ്ട്. ആ ചെറിയ വരുമാനത്തിൽ 5 പേരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം പാടുപെടുകയാണ്. ഇതിനിടയിലാണ് ജപ്തി ഭീഷണി ആ കുടുംബത്തെ വേട്ടയാടുന്നതും. മഞ്ജുവിന്റെ പേരിൽ ഉണ്ടായിരുന്ന ബാധ്യതകളും മരിച്ച മാതാപിതാക്കൾ മണിയാർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നെടുത്ത വായ്പയും തിരിച്ചടയ്ക്കാൻ മനോജിന് കഴിയുന്നില്ല. പലിശയും പിഴപ്പലിശയുമായി വൻ തുകയാണ് കുടിശ്ശികയുള്ളത്. ആകെയുള്ള 9 സെന്റ് പുരയിടം ഇപ്പോൾ ജപ്തി ഭീഷണിയിലാണ്. തല ചായ്ക്കാൻ ഒരിടം ഇല്ലാതാകുമോ എന്ന ഭീതിയിലാണ് ഈ പിഞ്ചുകുട്ടികൾ. കോടതി വിധിന്യായത്തിൽ മഞ്ജുവിന്റെ മക്കൾക്ക് വിക്ടിം കോമ്പൻസേഷൻ ആക്ട് പ്രകാരം ധനസഹായം ലഭ്യമാകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ തുക എത്രയും വേഗം ലഭ്യമായാൽ മാത്രമേ ആ മക്കൾക്ക് ഒരല്പം ആശ്വാസം ലഭിക്കുകയുള്ളൂ. തന്റെ സഹോദരിയുടെ കൊലപാതകയെ ജയിലിലാക്കാൻ മനോജ് കാണിച്ച നിയമ പോരാട്ടം പ്രശംസനീയമാണ്. പക്ഷെ ആ പോരാട്ടത്തിന് ശേഷം തന്റെ മുന്നിൽ നിൽക്കുന്ന ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നവുമാണ്. മണികണ്ഠന് ലഭിച്ച ശിക്ഷ നിയമവ്യവസ്ഥയിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും മഞ്ജുവിന്റെ മക്കളുടെയും മനോജിന്റെയും ജീവിതം നമുക്ക് മുന്നിൽ ഒരു നീറുന്ന ചോദ്യമാണ് അവശേഷിപ്പിക്കുന്നത്. പ്രണയവിവാഹങ്ങൾ ഇത്തരത്തിൽ കൊലപാതകങ്ങളിൽ കലാശിക്കുമ്പോൾ തകരുന്നത് ഒരു വ്യക്തി മാത്രമല്ല, വരും തലമുറയുടെ സ്വപ്നങ്ങൾ കൂടിയാണ്. മഞ്ജുവിന്റെ മക്കൾക്ക് അർഹമായ സർക്കാർ സഹായം വേഗത്തിൽ ലഭ്യമാക്കാനും അവരുടെ പുരയിടം ജപ്തിയിൽ നിന്ന് ഒഴിവാക്കാനും അധികാരികൾ ഇടപെടേണ്ടതുണ്ട്. നീതി ലഭിച്ച മനോജിന് ഇനി വേണ്ടത് ആ മക്കളെ വളർത്താനുള്ള ജീവിത സാഹചര്യമാണ്.